ബോസ് പറയൂ കുട്ടേട്ടാ. വിനോദ് കോവൂർ, താങ്കൾ കുറെ നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഡോക്ടേഴ്സ് മീറ്റിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. ഡോക്ടേഴ്സ് എല്ലാം കൂടി താങ്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. മുഴുവൻ കാശും തന്നിരുന്നു എന്നും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഡോക്ടറെ കൊല്ലാൻ നോക്കി. അതാണല്ലേ. ഇഷ്ടംപോലെ കോമഡി ഷോ ചെയ്യണ സമയം അന്ന് 2 man ഷോ ഒക്കെയാണ്. 1 man ഷോയ്ക്കും പോവും, 2 man ഷോ ഉണ്ട്. അപ്പൊ അന്ന് ദേവരാജ് ആണ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി പോയി പല സ്ഥലത്തും ഇങ്ങനെ കോമഡി ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദറിലേക്ക് എന്നെ വിളിച്ചു. ഒരു ഡോക്ടറെ, എന്നെ അറിയുന്ന ഒരു ഡോക്ടറെ വിളിച്ചത്. ഒരു 10-60 ഡോക്ടർമാരുണ്ട് വിനോദേ. അവരൊന്ന് കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്ത് നിങ്ങളെ കുറച്ച് കോമഡിയൊക്കെ ഒന്ന് ചെയ്യണം. ഒരു ചെറിയൊരു ഹാള്, 2 മൈക്കും, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെന്നു. ആദ്യം ഒരു ഐറ്റം ചെയ്തു. രണ്ടാമത്തെ ഐറ്റത്തിൽ ഞാൻ കൊച്ചുകുട്ടി, ഞാൻ ഈ കുട്ടികളുടെ ഒരുപാട് ക്യാരക്ടർ, അവിടെ മാനരസ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ടിൻറ്റുമോനായിട്ട് മാറും, ചിഞ്ചുമോളായിട്ട് മാറും, ഈ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നേഴ്സറി പാട്ടൊക്കെ പാടുന്ന, ഡാൻസ് കളിക്കണം, അങ്ങനെ കുറേ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ടിൻറ്റുമോൻ എന്നുള്ള കഥാപാത്രമാണ് അന്ന് അവിടെ ചെയ്തത്, രണ്ടാമത്തെ ഐറ്റമായിട്ട്. ഈ ഐറ്റമായിട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട്, ഇപ്പോൾ സാറ് നിൽക്കുന്ന സ്ഥലത്താണ് ഡോക്ടർമാർക്ക് ഇരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് റോയില് കുറച്ച് പ്രായമുള്ള സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരാണ്. അവർ എബവ് ഒരു 50 years ഒക്കെ ആയിട്ടുള്ള അവരാണ്. പിന്നെ പുറകിലേക്ക് കുറേ ഡോക്ടർമാരിരിക്കണം. അപ്പം ഞങ്ങൾ ഇത്ര അടുത്തു നിന്നാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ശരിക്കും പൾസ് നമുക്കറിയാം, ഇവരൊക്കെ ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും. അപ്പം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഈ മാനരസങ്ങളും എൻ്റെ സംസാരമൊക്കെ കേട്ടാണ് ഇവർ എല്ലാവരും ചിരി തുടങ്ങി. നല്ല ചിരിയാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഡോക്ടർ, കുറച്ച് പ്രായമുള്ള ഡോക്ടർ, ഈ ഡോക്ടർ അടുത്തിരിക്കുന്ന ഡോക്ടറുടെ കാലിലൊക്കെ അടിച്ചിട്ടാണ് ചിരിക്കുക, ആത്മാർത്ഥമായിട്ട് ചിരിക്കുക. തലയിൽ കൈ വെക്കണു, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുടയ്ക്കണു ഒക്കെ ഉണ്ട്, കണ്ണ് നിറഞ്ഞിട്ടേ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായി. എല്ലാവരും ചിരിക്കണുണ്ടപ്പോൾ ഞാൻ കോമഡിയൊക്കെ ആയിട്ട് കൂട്ടി, ഇല്ലാത്ത സ്ഥലം, കാരണം അതൊക്കെ സ്പോട്ട് ഇംപ്രവൈസേഷനായിട്ട് ചെയ്യണേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മുന്നിലായി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ആ ഡോക്ടർ നെഞ്ഞത്ത് കൈവച്ചു. ചിരി മാറി, ഡോക്ടറുടെ മുഖം മാറി, ഡോക്ടറുടെ കണ്ണൊക്കെ മുകളിലേക്ക് പോണത് ഞാനും ഇവനും മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങളെ ഫേസ് ചെയ്തിട്ട് ആസ്വദിക്കല്ലേ. അടുത്തിരിക്കുന്ന ആ 2 ഡോക്ടേഴ്സ് പോലും ഈ ഡോക്ടറെ ശ്രദ്ധിച്ചില്ല. ഇവരൊക്കെ ചിരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പരിപാടി നിർത്തണോ? എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ. ഈ ഡോക്ടർ മാത്രം, ഡോക്ടർക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ ഡോക്ടർ എന്ന് പറയും. അപ്പോഴാണ് അടുത്തുള്ളവർ നോക്കണം. അപ്പോഴേക്ക് ഡോക്ടറുടെ കണ്ണിൻ്റെ ഉണ്ണിയൊന്നും കാണുന്നില്ല, ആ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. വായൊക്കെ തുറന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കൈവച്ചിരിക്കുക. അപ്പോഴേക്ക് പുറകുന്ന് മെയിൽ ഡോക്ടർമാരൊക്കെ ഓടി വന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ട് ഇവർ തൊട്ടടുത്ത റൂമിൽ കൊണ്ട് കിടത്തി. പരിപാടിയൊക്കെ എല്ലാവരും പ്രശ്നത്തിലായി. ഒരു ഡോക്ടർ പോയിട്ട് പൾസ് നോക്കണു, വേറൊരാൾ ടെലസ്കോപ്പ് എടുത്തിട്ട് ഹാർട്ട് ബീറ്റ് നോക്കണു. അപ്പോൾ എല്ലാവരും മാറുക, കുറച്ച് വെളിച്ചം കിട്ടട്ടെ, ശുദ്ധമായി കിട്ടട്ടെ, മാറി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ ഞങ്ങൾ രണ്ടാളും മാറി നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കോലം എന്ന് പറഞ്ഞാൽ, എൻ്റെ കോലം കണ്ടാൽ തന്നെ ചിരിക്കും. ഒരു ചെറിയ ട്രൗസറും ചെറിയൊരു ഷർട്ടും മുഖത്ത് നിറയെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ്. അപ്പം ഞാനും ദേവരാജും മാറി നിന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കുക, ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റുമോ ദേവ, ഈ മിണ്ടാണ്ടിരിക്കുക, ഒന്നും പറയല്ലേ, ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്നൊരു ഡോക്ടർ, മേഡം ഓക്കെ അല്ലേ, മേഡം ഓക്കെ അല്ലേ, ഒരു ഇത്തിരി വെള്ളം എടുക്കൂ. അടുത്ത് വെള്ളം മുഖത്ത് തെളിച്ചു. ഡോക്ടർ കണ്ണു പറഞ്ഞു, സമാധാനമായി. ഓക്കെ മേഡം ഓക്കെ ആണല്ലോ, ഓക്കെ ഒന്ന് എണീറ്റിരിക്കൂ, ഇത്തിരി വെള്ളം കുടിച്ചോളൂ. വെള്ളമൊക്കെ കുടിപ്പിച്ചു, ഓക്കെയാണ്. അപ്പം എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞപ്പം ഞാൻ മെല്ലെ ഈ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടർമാരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട്, അപ്പം ഞാൻ കുറച്ച് ഷോർട്ടാണ് ബാക്കിയുള്ള ഡോക്ടർമാരുടെ അടുത്ത്. അപ്പം ഞാൻ മേഡം ഓക്കെ അല്ലേ മേഡം എന്ന് ചോദിച്ചതാ. ഇത് ചോദിക്കലും മേഡം അയാളോട് എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ പറയൂ എന്നൊരു ഷൗട്ടിങ്ങാ. അപ്പം എന്നെ പരിപാടി ഏൽപ്പിച്ചാൽ, വിനോദേ ഒന്ന് പോ വിനോദേ, നീ കാരണമാണ് മേഡം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയെന്നൊക്കെ പറഞ്ഞു. ഞാനാകെ അസ്വസ്ഥനായി. ഞാൻ പോയി ദേവനോട് പോയിക്കോളാൻ പറഞ്ഞു. സൈഡിൽ വന്നപ്പോഴും ഏൽപ്പിച്ച ആൾ വന്നിട്ട് പറഞ്ഞു, അതെ പ്രോഗ്രാം മതി സാറേ, വാ അവർക്കുള്ള ആ കാശ് കൊടുത്തേക്ക് പോക്കോട്ടെ, അവർ പോക്കോട്ടെ, ഇനി പരിപാടി വേണ്ടാന്ന് പറഞ്ഞു. ഇനി 3-4 ഐറ്റം ചെയ്യാണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാശൊക്കെ മേടിച്ച് ഞങ്ങൾ പോക്കറ്റിലിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഇയാൾ വന്നിട്ട്, വിനോദേ മറ്റൊന്നുമല്ല, ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഒരു കൊച്ചുമോനുണ്ട്, ഡോക്ടറുടെ മകൻ്റെ മകൻ, അവനായിട്ട് റിലേറ്റ് ചെയ്ത് പോയി നിന്നെ, അവന് ഇതേപോലെ കുറേ മാനരസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ വല്ലാതെ ആസ്വദിച്ച് ചിരിച്ചു പോയി, അങ്ങനെയാണ് ആ ഇത് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അപ്പം അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ. അപ്പൊ ഞാൻ സാറേ നല്ലൊരു അനുഭവം നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ, അപ്പൊ ടിൻറ്റുമോന്റെ ഒരു പീസ് നമ്മള് കണ്ടല്ലോ. പിന്നെ തീർച്ചയായും കഴിഞ്ഞില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് സോറി പറയണമെന്ന് പറഞ്ഞു. അയ്യോ ഇനി വിനോദം കൊണ്ട് ചെല്ലണ്ട. അല്ല സാർ അത് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറിയില്ലേ. അപ്പൊ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകിയിട്ട് ഡോക്ടർ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത്, ഡോക്ടറെ ഞാനാണ്, വിനോദം ഇരിക്കി. എന്നിട്ട് ഡോക്ടറിൻ്റെ കൈയുണ്ട്, വിനോദിനോട് എങ്ങനെ നന്ദി, ഞാൻ ഇത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ചിരിച്ചിട്ടില്ല വിനോദ്. മകനും കുട്ടിയും US അവർ കഴിഞ്ഞ ലീവിന് വന്നപ്പം നന്നായിട്ട് മകൻ്റെ വികൃതികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഈ മാഡം. അപ്പം എനിക്ക് അവനെ തന്നെ ഓർമ്മ വന്നു. അവൻ്റെ കളി, അവൻ്റെ ചേഷ്ടകളാണ് വിനോദ് ചെയ്തത് മുഴുവൻ. എനിക്ക് ആ നിമിഷത്തിൽ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ അങ്ങനെയൊന്നും പറയല്ലേ,
വെറുതെ ഞങ്ങൾ ഇപ്പൊ തന്നെ ടെൻഷനിലാണ്, ഞങ്ങളോട് പരിപാടി നിർത്തി പൊക്കോളാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഓക്കെ. ആ പറഞ്ഞു വിട്ടിട്ട് ഇതിനൊരു ആന്റി ക്ലൈമാക്സ് ഉണ്ടായി. അവിടെ നെക്സ്റ്റ് മന്ത് ഒരു ഓൾ കേരള ഡോക്ടേഴ്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ വന്നു IMA ഹാളിൽ. ഇവിടെയും പ്രോഗ്രാം ചെയ്യാൻ എന്നെയാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ എന്നെ കണ്ടോണ്ട, വിനോദെ ടിൻഡുമോൻ ചെയ്യരുത്, എന്നെ കൊല്ലരുത്. ആന്റി ക്ലൈമാക്സ് ഉണ്ട്. അവിടെ ചെയ്തില്ല ടിൻഡുമോൻ, അവിടെ ഇന്നും ചെയ്തില്ല. നമുക്കൊരു ചെറിയ പീസ് അതിന്റെ കണ്ടാലോ? ടിൻഡുമോൻ എവിടുന്നാ വരുന്നത്? ഞാൻ കോഴിക്കോടുന്ന് മിമിക്രി ഒക്കെ മിമിക്രി മോണാക്ക് പ്രശ്ന വേഷമൊക്കെ ഉണ്ട്. ഒരുമിച്ച് വേണ്ട, ഈ നടന്മാരെ ശബ്ദമൊക്കെ അനുകരിക്കുന്ന നടന്മാരെ കൂറ്റ അനുഭവിക്കൂ. കൂറ്റോ ശബ്ദം സൗണ്ട്, നടന്മാരെ സൗണ്ട് ഒക്കെ ആരെ എല്ലാരും ഉണ്ട്. ജയണ്ട്, നസീറുണ്ട്, സത്യനുണ്ട്, പിന്നെ KP ഉമർ ഉണ്ട്. അല്ല ഓലൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിൽ ആരെ അനുകരിക്കുക? എല്ലാരും സൗണ്ടും എടുക്കൂ. പിന്നെ എടുക്ക് ഓരോന്നോരോന്നായിട്ട്. ആദ്യമായി ഞാനിവിടെ ഉണ്ടാക്കുന്ന സൗണ്ട് KP ഉമർ. KP ഉമറിന്റെ സൗണ്ട്, KP ഉമറിന്റെ സൗണ്ട് ഞാനിവിടെ അനുകരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ. KP ഉമർ, മോളെ ശോഭി ഇങ്ങെടുത്തു വരൂ. വരുന്നില്ലേ? വരുന്നില്ലേ? ശോഭ വരട്ടെ. ശോഭ വന്നിട്ട് പറയാം. ശോഭ വന്നിട്ട് ബാക്കി ഡയലോഗ്. ശോഭ ശോഭ വന്നിട്ട് KP പറഞ്ഞ അനുകരിക്കുക. ബാക്കി ഇനി അടുത്ത ആളാ. അടുത്തത് അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒച്ചയുടെ പേരാണ് ചീവണ്ടി. ചീവണ്ടിയോ? ചീവണ്ടി, ഒച്ച, ഒച്ച സൗണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. തീവണ്ടി, തീവണ്ടി റെയിൽ പാലത്തിന്റെ മേലെ കൂടെ പോകുമ്പോൾ ഇതേ തീവണ്ടി ഒരു പാലത്തിന് മേലെ കൂടെ പോകുമ്പോഴുള്ള ശബ്ദ വ്യത്യാസം. പാലത്തിന് മേലെ കൂടെ അത് അടിപൊളിയായിരിക്കും. പാലത്തിന് മേലെ കൂടെ തീവണ്ടി പോകുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. പാലത്തിന് എന്താ പാലത്തിന്റെ മുകളിലെത്തിയപ്പോ തീവണ്ടിക്ക് വയറിളക്കം പിടിച്ച? അല്ല, പാലത്തിന് മേലെ കൂടെ കയറുമ്പോ വേറെ സൗണ്ട് ആയിരിക്കും, വേറെ ഒച്ച. മാമനൊന്നും അറിയില്ല. ഇഷ്ടായില്ലേ? എനിക്ക് ഇഷ്ടായി. മൊയ്ന്ത.